നിലവിൽ ഇസ്രായേൽ വിരുദ്ധ യുദ്ധങ്ങളും സമരങ്ങളും അതോടൊപ്പം ഫലസ്തീന് ലഭിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരവും ഇറാന്റെ ലക്ഷ്യം സാധൂകരിക്കുകയും തന്ത്രം വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്ന് ഇറാനിയൻ പത്രങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് അഭിപ്രായപ്പെട്ടു. ഇറാന്റെ തന്ത്രം ജയിച്ചു. ഇസ്രായേലിനെ പൊതുശത്രുവായി കാണാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാവുകയും ചെയ്തു. ഈ ഒരു ശ്രമം വർഷങ്ങളായി ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് വേണ്ടത്ര രീതിയിലുള്ള അംഗീകാരവും സ്വീകാര്യതയും അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാനെ പൊതുശത്രുവായി കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അമേരിക്ക നടത്തിയതിൽ യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ പെട്ടുപോവുകയും ചെയ്തു. കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും പൊതുശത്രുവായി കണ്ടുകൊണ്ട് പ്രതിരോധിക്കണമെന്നും അവരെയാണ് നിങ്ങൾ പാല് കൊടുത്ത് വളർത്തുന്നത്, അവർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കുത്തുമെന്ന് പല ഘട്ടത്തിലുള്ള മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും അറബ് രാജ്യങ്ങൾക്ക് നൽകിയ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. അത് ഇപ്പോഴല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അമേരിക്കയുമായിട്ടുള്ള നേർക്കുനേരമുള്ള ഏറ്റുമുട്ടലിൽ വലിയ നഷ്ടമുണ്ടായിരിക്കുന്ന രാജ്യം ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൊതുശത്രുവിനെ കണ്ടുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി മുന്നേറാനുള്ള സൈനിക സായുധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇറാൻ വിജയിച്ചു. ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഏറ്റവും കൂടുതൽ ഇറാന് മുറിവേറ്റത്. 2020 ജനുവരി മാസം 3-ാം തീയതിയാണ് ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഏറ്റവും വലിയ സൈനിക കമാൻഡർ ആയിരിക്കുന്ന ഇറാന്റെ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു അന്ന് 2020 അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നത്. അദ്ദേഹത്തിന് ഈ കൊലപ്പെടുത്തുന്ന രംഗം ലൈവായിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതും അത് വെബ്സൈറ്റ് മുഖാന്തരം അത് കണ്ട് ആർത്ത് ഉല്ലസിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ അന്ന് പുറത്തു വന്നതാണ്. ഇതോടുകൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മുറിവേൽക്കുകയും ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് 60 തവണയെങ്കിലും മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. രണ്ടാമത്തെ ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പിന്നീട് ഇബ്രാഹിം റൈസിയുടെ അമേരിക്കയുടെ ഇറാന്റെ പ്രസിഡന്റിന്റെ മരണമാണ്. ഇബ്രാഹിം റൈസി യാത്രാമധ്യേ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരണപ്പെട്ടു. അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് പോവുകയാണ്. 3 ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു, നമുക്കത് അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറം ഏതെങ്കിലും പിന്നാമ്പുറ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. എങ്കിൽ പോലും ഈ യുദ്ധത്തോടനുബന്ധിച്ചാണ് നടന്നത് എന്നതിനാൽ അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഇതിനാൽ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇബ്രാഹിം റൈസി ഇസ്മായിൽ അനിയെ കൊല്ലപ്പെട്ടതാണ് പിന്നീട് ഏറ്റവും വലിയ മുറിവേറ്റ് ഇറാനെ സംബന്ധിച്ചവർക്ക് ഏറ്റവും വലിയ മുറിവേറ്റിരിക്കുന്ന കാര്യം. നഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും രാജ്യം കരഞ്ഞതിൻ്റെയും ലിസ്റ്റുകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അതിൽ ഇസ്മായിൽ അനിയയുടെ പേരുണ്ട്. ഇസ്മായിൽ അനി ഹമാസിൻ്റെ നേതാവാണ്. അത് ഇബ്രാഹിം റൈസിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. 2024 ജൂലൈ മാസം 31-ാം തീയതിയാണ് ഇസ്മായിൽ അനിയ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇബ്രാഹിം റൈസി അതേ മാസം മെയ് 19-നാണ് കൊല്ലപ്പെടുന്നത്. ഇസ്മായിൽ അനിയ കൊല്ലപ്പെട്ടതോടുകൂടി അവരുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. വളരെ കൃത്യതയോടുകൂടി ഇസ്രായേലിന് വേണ്ടി ഒറ്റുകൊടുത്തിരിക്കുന്ന ചാരസംഘമാണ് ഇസ്മായിൽ അനിയെ കൊലപ്പെടുത്തിയത് എന്ന് പിന്നീട് ഇറാൻ ആരോപിച്ചു. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഇസ്രായേലുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ്. ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് ജൂൺ മാസം 13-ാം തീയതി ഈ വർഷം ജൂൺ മാസം 13-ാം തീയതി ആരംഭിച്ചു. 24 വരെ നീണ്ടുനിന്ന 12 ദിവസത്തെ മാരക യുദ്ധം. 2-3 ദിവസമൊക്കെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചെങ്കിലും ബാക്കി ശേഷിക്കുന്ന ദിവസങ്ങൾ ഇടിച്ച് പൊടിച്ച് തകർത്ത് ലോകത്തിന് മുമ്പിൽ ഹീറോയിസം വരുത്താൻ ഇറാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് ലോകം അല്പം മാറി ചിന്തിക്കുകയും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളൊക്കെ ഇറാൻ്റെ കൈവശത്തിൽ ശക്തിയുണ്ടെന്ന് മാത്രമല്ല അത് പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇസ്രായേൽ ആയതുകൊണ്ട് ഭയപ്പെട്ട് നിൽക്കൊന്നുമില്ല. അവർക്ക് അതിൻ്റേതായ രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു ബോധ്യം യഥാർത്ഥത്തിൽ ലോകത്തിനും അറബ് രാജ്യങ്ങൾക്കും ഉണ്ടായത് ഈ കാലത്താണ്. ബീജിങ്ങിൽ നടന്ന നമ്മൾ 2023-ലാണ് ഈ ഏറെക്കുറെ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വിഷയത്തിന് പരിഹാരം ഉണ്ടാകുന്നത്. പരിഹാരം എന്ന് പറഞ്ഞാൽ 2016 മുതൽ ഈ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ വലിയ വിഷയത്തിലാണ്. അവരുടെ ഒരു പണ്ഡിതനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതാണ് ഏറ്റവും പൊടുന്നനെ ഇവർ തമ്മിൽ വിഷയം ഉണ്ടാവാനുള്ള കാരണം. അതോടുകൂടി
പിന്നീട് വലിയ രീതിയിൽ ആന്തരികമായും ബാഹ്യമായ രീതിയിലും വലിയ ഏറ്റുമുട്ടലുകളൊക്കെ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. യമനിലുള്ള ഹൂത്തി വിമതരുമായി സൗദി അറേബ്യ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങൾ പോലും ഇതിൻ്റെ സൃഷ്ടിപ്പാണ് എന്ന് പറയുന്നു. 2023 മാർച്ച് 10 ബെയ്ജിങ്ങിൽ വെച്ച് ഇറാൻ്റെ പ്രസിഡന്റ് പ്രത്യേകമായിരിക്കുന്ന ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് സൗദി അറേബ്യയും ഇറാനെയും വിളിച്ചു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സ്ഥിതികളൊക്കെ വലിയ രീതിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും എന്നതിനാലും നമ്മുടെ സർവാധിപത്യം നഷ്ടപ്പെട്ടു പോകുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക തകർച്ചയും നമ്മുടെ ആഭ്യന്തര വിഷയത്തിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നതിനാൽ നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്നായിരുന്നു ചൈനയുടെ നിർദ്ദേശം. അപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് അനിവാര്യമാണ് എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയും മനസ്സിലാക്കുന്നു. സൗദിയും ഈ ചൈനയും തമ്മിലും അതോടൊപ്പം തന്നെ ഇറാനും ചൈനയും തമ്മിലൊക്കെ നല്ല സൗഹൃദ ബന്ധമാണ്. അപ്പോൾ ഒരു മധ്യസ്ഥൻ്റെ റോള് അവിടെ വിജയിച്ചു. ഇതോടുകൂടി ഏറെക്കുറെ ചേർന്ന് നിൽക്കാനുള്ള അല്ലെങ്കിൽ ആശയപരമായിരിക്കുന്ന ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയത്തിലോ രാജ്യാന്തര വിഷയത്തിലോ ഒക്കെ ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം സൗദി അറേബ്യ പ്രകടിപ്പിച്ചു. സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചു. ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി 3 തവണയെങ്കിലും ജിദ്ദ സന്ദർശിച്ച വിവരമൊക്കെ അതോടനുബന്ധിച്ച് പുറത്തു വന്നതാണ്. പക്ഷേ അവിടെ ഒന്നും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം സംയുക്തമായ രീതിയിൽ ഇസ്രായേലിന് പൊതുശത്രുവായിട്ട് കണ്ടുകൊണ്ട് നിലപാട് സംയുക്തമായി എടുക്കുന്നതിൽ പരാജയപ്പെട്ടു. അതപ്പോഴും അവർക്കുണ്ടായിട്ടില്ല. അവരും ആ സമയത്തെല്ലാം അമേരിക്കയുടെ നയനിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രീതികളാണ് കാണാൻ വേണ്ടി സാധിച്ചത്. പൊടുന്നനെയാണ് ഖത്തറിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഖത്തറിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണഫലം കിട്ടിയത് ഇറാനാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. കാര്യം ഇത്രയും കാലം ഒന്നിക്കാൻ സാധിക്കാത്ത അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു. ഖത്തർ എന്ന് പറയുന്ന സമാധാന ദൂതായിട്ട് പ്രവർത്തിക്കപ്പെട്ട രാജ്യമാണ്. അന്താരാഷ്ട്ര മേഖലയിൽ ഒരുപാട് വിഷയത്തിൽ ഇടപെട്ട രാജ്യമാണ്. 200ഓളം ബന്ദികളെ മോചിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സൈനികരെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ പ്രശ്നമുണ്ടായ സമയത്ത് ഇറാൻ്റെ ബന്ദികൾ അമേരിക്കയുടെ കൈവശത്തിലുണ്ടായിരുന്നു. അവരെ മോചിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട ഖത്തറാണ്. UN സഭ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം യഥാർത്ഥത്തിൽ ഖത്തർ ചെയ്തു. അങ്ങനെ സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ മേഖലയായി തീർന്നിരുന്ന ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതോടുകൂടി ഒരു കാര്യം അറബ് രാജ്യത്തിന് ബോധ്യമായി, നമ്മൾ സുരക്ഷിതരല്ല, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ നേരെ വരും എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു ഏകോപനം ഉണ്ടാകുന്നു. അവിടെ ഇറാൻ വിജയിക്കുകയാണ്. നിങ്ങൾ ശത്രുവിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മടിയിൽ തന്നെ ഉണ്ട് എന്ന് ഇബ്രാഹിം റൈസി സൂചന നൽകിയിട്ടുണ്ട്. ശത്രുവിനെ തേടിയിട്ട് നിങ്ങൾ അതിർത്തി കടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഭൂഖണ്ഡം കടന്നുകൊണ്ടോ പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മടിയിൽ അവരിയ്ക്കുന്നുണ്ട്, നിങ്ങളവരെ പാല് കൊടുത്ത് പോറ്റുന്നുണ്ട് എന്നൊരു പരാമർശം യഥാർത്ഥത്തിൽ ജിദ്ദ ഉച്ചകോടി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അന്നത്തെ ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഏകോപിക്കുകയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയും അവരുടെ നയതന്ത്രം വിച്ഛേദിക്കുകയും അവർ ഭീകരരാജ്യമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്യുന്നവരെ സഹായിക്കുക, സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യണം. തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമല്ല. ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധമാണ്. അത് പിന്നാമ്പുറം, അതായത് കുറച്ച് കഴിയുന്ന സമയത്ത് ഘട്ടം ഘട്ടമായ രീതിയിൽ നിങ്ങൾക്കത് ബോധ്യമാകും എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്. അത് വല്ലാതൊന്നും വൈകാതെ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു UN സഭയിൽ വെച്ച് നടത്തിയിരിക്കുന്ന ചരിത്ര പ്രസിദ്ധം എന്ന് അവർ വിളിക്കപ്പെടുന്ന ഒരു പ്രസംഗത്തിനിടയിൽ പ്ലേ കാർഡ് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, തങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യത്തെ വിപുലീകരിക്കുക എന്നുള്ളതാണ്. സാമ്രാജ്യം എന്ന് പറയുന്നത് അതിൽ സിറിയ ഉണ്ട്, ലെബനാനുണ്ട്, ജോർദാനുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഇറാഖിൻ്റെ ചെറിയ ഭാഗങ്ങൾ. ഈ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കണം എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവർക്ക് ആ കാര്യം ബോധ്യമായി. ഇത് ഇവിടെ ഒരു ഫലസ്തീൻ വിഷയത്തിൽ ഒതുങ്ങുകയില്ല എന്ന് ഇബ്രാഹിം റൈസിയെ പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമാണ് എന്ന തരത്തിൽ ഖത്തറിനെ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ അത് ആരംഭം കുറിച്ചതോടുകൂടി അതിനൊരു രൂപം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഏകോപനത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അമേരിക്ക വിശ്വാസമില്ലാത്ത രീതിയിലുള്ള എല്ലാ നയങ്ങളും എടുത്തുകൊണ്ട് ഇപ്പോൾ പരസ്യമായ രീതിയിൽ തന്നെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ വിമർശിക്കുകയും അമേരിക്കയെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. തങ്ങളുടെ ദേശവും തങ്ങളുടെ ജനങ്ങളും തങ്ങളുടെ സ്വത്തുക്കളും സുരക്ഷിതമല്ല.
ആ സുരക്ഷിതമാവണമെങ്കിൽ ഇസ്രായേലിൻ്റെ അടുത്ത് സൈനികപരമായിരിക്കുന്ന ബലക്ഷയം ഉണ്ടാവണം. ബലക്ഷയം ഉണ്ടാവണമെങ്കിൽ അറബ് രാജ്യങ്ങൾ ഏകോപിപ്പിക്കണം. മുസ്ലിം രാജ്യങ്ങൾ സംയുക്തമായ രീതി ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാത്തിടത്തോളം കാലം ഒരിക്കലും നമ്മൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന ഇബ്രാഹിം റൈസിയുടെ വാക്കുകൾ അടിവരയിട്ടുകൊണ്ട് ഖത്തറിനോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നല്ല. അത് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇറാൻ്റെ തന്ത്രം വിജയിച്ചതാണ്. അവർക്കൊരടി കിട്ടുന്ന സമയത്തിന് അറബ് രാജ്യങ്ങൾക്ക് നേർക്കുനേരെ ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ അടി കിട്ടുന്നത് വരെ അവരൊരിക്കലും അത് പഠിക്കില്ല എന്ന് അന്നത്തെ പരാമർശത്തിൻ്റെ ഭാഗത്ത് എടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായിരുന്നാലും ഇന്നത്തെ വിജയം തീർച്ചയായിട്ടും ഇറാൻ്റെ തന്ത്രം വിജയിച്ച വിജയമാണ്. ഇസ്രായേലിനെ പൊതുശത്രുവായിട്ട് കാണാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞത് 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമാണ് എന്നതുകൂടി ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.